ഹായ് ഓൾ. അപ്പോൾ നമുക്ക് നമ്മുടെ ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ ഫസ്റ്റ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ ഈ ക്ലാസ്സിൻ്റെ ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ്റെ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ അറ്റൻഡൻസിൻ്റെ ലിങ്കിൽ പോവുക, എന്നിട്ട് അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ടൈം സ്റ്റാമ്പ് വരുന്നുണ്ട്, നിങ്ങളുടെ ജിമെയിൽ ID വരുന്നുണ്ട്, നെയിമും പിന്നെ എന്താ വരുന്നത്, നെയിമും ഡേറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ അറ്റൻഡൻസ് നാളെയൊക്കെ മാർക്ക് ചെയ്താൽ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഒന്നും കിട്ടില്ല. കാരണം കറക്റ്റ് നിങ്ങൾ ഏത് ടൈമിലാണോ അത് മാർക്ക് ചെയ്യുന്നത് അത് എനിക്ക് കറക്റ്റ് ടൈം സ്റ്റാമ്പായിട്ട് വരും. അപ്പം വേറെ എന്താ പറയുക, കളക്കളിയൊന്നും വേണ്ട, കറക്റ്റ് ടൈമിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിനക്സിൻ്റെ ഒരു സ്റ്റാർട്ടിങ്, അതായത് ഇൻട്രൊഡക്ഷൻ. ഈ ലിനക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരാൻ കാരണം അതിൻ്റെ ഒരു ചെറിയൊരു ഹിസ്റ്ററിയും, അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സും, പിന്നെ കുറച്ച് അഡ്വാൻറ്റേജസും, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളെല്ലാവരും ഈ വേർഡ് കേട്ടിട്ടുണ്ടാകും, ലിനക്സ് അങ്ങനെ. ലിനക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണെന്ന് നിങ്ങൾക്കറിയാം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങളെല്ലാവരും ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. ചെറിയ ക്ലാസ്സിൽ നമ്മൾ ജിംബ് സോഫ്റ്റ്വെയറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ചെറിയ ഈ LP മീൻസ് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും UP സ്കൂളിലൊക്കെ നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ കുറച്ച് പരിചയം നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പറയുന്നത് കംപ്ലീറ്റ്ലി ഫുള്ള് യൂസർ ഫ്രണ്ട്ലി ആണെന്ന് വെച്ചാൽ ഫുള്ള് GUI ബേസ്ഡ്, അപ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനൊക്കെ പറ്റത്തുണ്ട് അല്ലേ. അപ്പോൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് അത്രമാത്രം കുറേ ഐക്കൺസും, കുറേ വിൻഡോസ് പോലുള്ള കുറേ ഐക്കൺസും, കുറേ എന്താ പറയുക, ഗ്രാഫിക്കൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നും ലിനക്സിൽ ഉണ്ടാവില്ല. എന്നാലും വിൻഡോസ് വെച്ചിട്ട് കുറേ കൂടുതൽ അഡ്വാൻറ്റേജസും ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നും അതിൻ്റെ ഹിസ്റ്ററിയും നോക്കാം. ഹിസ്റ്ററി ഓഫ് ലിനക്സ് ഫസ്റ്റ് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെയൊക്കെ നോട്ട് ആദ്യം തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട് എഴുതുന്ന സമയത്ത് കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു, മിസ്സേ ഹിസ്റ്ററി എന്ന് പറയുന്നത് കുറേ ഉണ്ടല്ലോ, അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്തണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ പറയുന്നത് കുറച്ച് പോയിൻ്റ് ആയിട്ട് എഴുതിയാൽ മതി. മെയിനായിട്ട് ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് പോയിൻറ്റ്സ് ഉണ്ട്, അതൊക്കെ നോക്കിയാൽ മതി. എക്സാമിന് ചോദിച്ചിട്ടുണ്ട് 1-2 പ്രാവശ്യം നിങ്ങൾക്ക് ഹിസ്റ്ററി ഓഫ് ലിനക്സ് ചോദിച്ചിട്ടുണ്ട്. അതാണ് ഞാൻ അതും കൂടി നോട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടി നിങ്ങൾ വായിച്ചു നോക്കാൻ വേണ്ടിയിട്ടാണ്. ഹിസ്റ്ററി ഓഫ് ലിനക്സ് വലിയ സംഭവങ്ങളൊന്നുമല്ല, എളുപ്പമാണ് പഠിക്കാൻ, വളരെ സിമ്പിളാണ് ഹിസ്റ്ററി ഓഫ് ലിനക്സ് എന്ന് പറയുന്നത്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നത് എങ്ങനെയാണ്, അതിന് മുന്നേ എന്തൊക്കെ ഉണ്ടായി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഒരു ബേസിക്കായിട്ട് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പൺ സോഴ്സ് എന്താണ്? ഒരു സോഴ്സ്, ഒരു കമ്പ്യൂട്ടറിൻ്റെ കേസിൽ ഒരു ഓപ്പൺ സോഴ്സിൽ സോഴ്സ് എന്ന് പറയുന്നത് എന്താ? സോഴ്സ്, SOURCE, സോഴ്സ് എന്ന് പറയുന്നത് എന്താ? ഒരു റിസോഴ്സിൻ്റെ സോഴ്സ്. നമ്മൾ പ്രോഗ്രാമിൽ സോഴ്സ് കോഡ് എന്ന് കേട്ടിട്ടുണ്ടാകും. സോഴ്സ് കോഡ് എന്ന് പറയുന്നത്, ഒരു പ്രോഗ്രാമിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് എന്താ? നമ്മളൊരു പ്രോഗ്രാം ചെയ്യുമ്പം അതിൻ്റെ നമ്മൾ കോഡ് റൈറ്റ് ചെയ്യുന്നില്ല, ആ കോഡിനാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡെവലപ്പർ അല്ലെങ്കിൽ പ്രോഗ്രാമർ അല്ലെങ്കിൽ നമ്മളെപ്പോലത്തെ ആൾക്കാർ ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു കോഡിനാണ് നമ്മൾ സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ആ സോഴ്സ് കോഡ് ഇപ്പോൾ നമ്മൾ എഴുതിയ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലേ. അതുപോലെ തന്നെ വേറൊരാൾക്ക് ആ കോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ചേഞ്ച് ചെയ്യാൻ പറ്റും. എപ്പോൾ? നമ്മൾ ആ കോഡ് അയാൾക്ക് കൊടുത്താൽ അയാൾക്ക് ആ കോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്, ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്, അല്ലെങ്കിൽ ഒരു ഓപ്പൺ സോഴ്സ് കോഡ് കൊടുക്കുന്ന സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ കാരണം, നമ്മൾ അല്ലെങ്കിൽ ഈ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്ത ആൾ കൊടുക്കുന്ന അയാളുടെ കോഡ് ബാക്കിയുള്ള യൂസേഴ്സിന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള യൂസേഴ്സിന് അതിൽ ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു ലിനക്സ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണെന്ന് പറയാൻ കാരണം. ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ പറയാൻ കാരണം എന്താണെന്നും അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ നമ്മൾ പറയാൻ പോകുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഞാൻ എന്താ ലിനക്സ് എന്ന് വെച്ചാൽ, ലിനക്സ് ഒരു ഓപ്പൺ സോഴ്സ് ആണ്. പക്ഷെ എന്നാൽ നമ്മൾ വിൻഡോസോ അല്ലെങ്കിൽ വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലൈക്ക് നമ്മൾ വിൻഡോസ് തന്നെ എടുക്കാം. വിൻഡോസ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആണോ? അല്ല. നമ്മൾ ഇപ്പം നിങ്ങൾക്ക് തന്നെ ലാപ്ടോപ്പുള്ള ആൾക്കാരുണ്ടാവും, അല്ല ലാപ്ടോപ്പ് ഇല്ലാത്ത ആൾക്കാരുണ്ടാവും.
അപ്പോൾ കോളേജിൽ നമ്മൾ ലാപ്പൊക്കെ യൂസ് ചെയ്യും, ലാപ്പ് അല്ലെങ്കിൽ നമ്മുടെ പി സി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ CPP ഒക്കെ യൂസ് ചെയ്തല്ലേ, SQL ഒക്കെ ഏത് പ്ലാറ്റ്ഫോമിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്. അപ്പോൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാനും കാണാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കറിയോ അത് ഒറിജിനൽ വേർഷനാണോ? നിങ്ങൾ കോളേജിൽ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്നത് ഒറിജിനൽ വേർഷനാണോ? അല്ല, ഒറിജിനൽ വേർഷൻ അല്ല. അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗിൻ്റെ കുറേ ഡമ്മി വേർഷൻസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഒറിജിനൽ വേർഷൻ നമുക്ക് വാങ്ങണമെങ്കിൽ ഒരുപാട് പൈസ വേണം. അപ്പം അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് ഒക്കെ. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറേ കൂടുതൽ ബെനിഫിറ്റ് ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ലിനക്സ്. അപ്പോൾ ഞാൻ ഹിസ്റ്ററിയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് സിമ്പിളായിട്ട് ലിനക്സും ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഡിഫറൻസാണ് പറഞ്ഞതാണ്. അതായത് വിൻഡോസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിട്ടുള്ള, കുറച്ചും കൂടി ഓപ്പൺ സോഴ്സ് അല്ലാത്ത, അതായത് നമുക്ക് സോഴ്സ് ഒന്നും കിട്ടില്ല ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്നാൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലെസ് കോസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്നുള്ളത്. ഇനി നമുക്ക് ലിനക്സിൻ്റെ ഹിസ്റ്ററിയിലേക്ക് പോകാം. ലിനക്സ് എന്ന് പറയുന്നത് വരാനുള്ളതും വന്ന ഒരു ടൈമും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അപ്പം ഫസ്റ്റ് നിങ്ങൾ C ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ടാവും അല്ലേ? C ഡെവലപ്പ് ചെയ്ത ആരാ? ഓക്കെ, എല്ലാവർക്കും അറിയാം. C ഈസ് ഡെവലപ്ഡ് ബൈ ഡെന്നിസ് റിച്ചി അറ്റ് AT&T Bell Lab എന്നൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? അതെ, അപ്പോൾ C ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത ആളാണ് ഡെന്നിസ് റിച്ചി. അതുപോലെ തന്നെ നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നതിന് മുന്നേ ഒരു 1969-ലാണ് നമ്മുടെ C ലാംഗ്വേജ് വന്നത്. ആ സമയത്ത് ഈ C ലാംഗ്വേജൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ്, നമുക്ക് C ലാംഗ്വേജ് കമ്പൈൽ ചെയ്യണമെങ്കിലും റൺ ചെയ്യാനും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണമല്ലോ. അപ്പോൾ ആ ടൈമിൽ യൂസ് ചെയ്ത ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ യുണിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അത് ക്രിയേറ്റ് ചെയ്ത അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത ആളുടെ പേരാണ് കെൻ തോംസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഡെന്നിസ് റിച്ചി C ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്ത അതേ ലാബിൽ AT&T Bell ലബോറട്ടറിയിൽ 1969-70s ഡെവലപ്പ് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നതിനൊക്കെ കുറേ മുന്നേ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൻ്റെ പേരാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് AT&T ലാബിൽ കെൻ തോംസൺ ഡെവലപ്പ് ചെയ്തതാണ്. അപ്പോൾ ഈ AT&T ലാബിൽ കെൻ തോംസൺ ഡെവലപ്പ് ചെയ്ത യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി റിട്ടേൺ ചെയ്ത് C ലാംഗ്വേജിലാണ്. അതുകൊണ്ടാണ് ഈ യുണിക്സും Cയും തമ്മിലുള്ള ബന്ധം. നമ്മൾ കുറേ എക്സാംസിനൊക്കെ, അതായത് കുറേ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനൊക്കെ മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാറുണ്ട് C ഈസ് ഡെവലപ്ഡ് ഫോർ വാട്ട്. ഓക്കെ, C ലാംഗ്വേജ് വന്നതിൻ്റെ ഉദ്ദേശം എന്തിനാണ്? C ലാംഗ്വേജ് വന്നത് ശരിക്കും C ലാംഗ്വേജ് എന്ന് പറയുന്നത് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്, ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജാണ് യുണിക്സ്. അപ്പോൾ യുണിക്സിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം 1969 വന്നു. ആ യുണിക്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒരു യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനേക്കാളും കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറേ കമാൻഡ് ലൈൻസ് ആണുള്ളത്. അപ്പോൾ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കുറേ കമാൻഡ് ലൈൻസ് ആണുള്ളത്. അന്ന് നമ്മൾ കുറേ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടും അന്നത്തെ നമ്മൾ പ്രോഗ്രാമിംഗ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നു. അതിനാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പിന്നെ എന്ത് ചെയ്തു? BSD ബെർക്ക്ലി സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷന് അവരുടെ കോഡ് പിന്നെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ യുണിക്സ് എന്ന് പറയുന്ന ഒരു വേറൊരു പോയിന്റ് പറയുന്നത്, യുണിക്സ് എന്ന് പറയുന്നത് ഒരു പോർട്ടബിൾ ലാംഗ്വേജ് ആണെന്ന് പറയുന്നത്. പോർട്ടബിൾ ലാംഗ്വേജ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം നമ്മുടെ വീട്ടിലല്ല നമ്മുടെ സിസ്റ്റത്തിൽ പ്രോഗ്രാം റൺ ചെയ്തു അതേ ഫോമാറ്റിൽ തന്നെ അല്ലെങ്കിൽ അതേ മോഡലിൽ തന്നെ നമുക്ക് ആ പ്രോഗ്രാമിനെ നമ്മുടെ വീട്ടിൽ, അതായത് നമ്മുടെ കോളേജിലുള്ള ലാബിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റൺ ചെയ്യാൻ പറ്റും. അതായത് ഡിഫറെൻറ്റ് ഹാർഡ്വെയർസിലും നമുക്ക് ഒരുപോലെ തന്നെ സെയിം പ്രോഗ്രാമിനെ സെയിം രീതിയിൽ ഡിഫറെൻറ്റ് ഹാർഡ്വെയറിൽ റൺ ചെയ്യാൻ പറ്റുന്നതിനാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിക്സ് എന്ന് പറയുന്ന ഒരു പോർട്ടബിൾ ലാംഗ്വേജാണ്. ലിനക്സ് വരുന്നതിന് മുന്നേ ഫസ്റ്റ് ആയിട്ട്, അതായത് ലിനക്സിൻ്റെ ആൻസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ലാംഗ്വേജാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അപ്പം യുണിക്സ് എന്ന് പറയുന്നത് 1969 കെൻ തോംസൺസ് ക്രിയേറ്റ് ചെയ്ത ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ്. പിന്നീട് ഒരു 1980 ഒക്കെ ആയപ്പോൾ, ഒരു 1980s ഒക്കെ ആയപ്പോൾ ഒരു GNU എന്ന് പറഞ്ഞൊരു പുതിയ പബ്ലിക് ലൈസൻസ്, ഒരു GNU എന്ന് പറയുന്നൊരു പുതിയ ലൈസൻസ് വന്നു. അതായത് ആ ടൈമിൽ വേറെയും കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ടെങ്കിലും പക്ഷേ എല്ലാ യൂസറിനും ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യുക, അല്ലാതെ പബ്ലിക് പേഴ്സൺസ് എന്ന് വെച്ചാൽ നമ്മൾ യൂസേഴ്സിനൊക്കെ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ്, റിച്ചാർഡ് സ്റ്റാൾമാൻ GNU എന്ന് പറയുന്ന പ്രോജക്റ്റ് കൊണ്ടുവന്നു. GNU ജനറൽ
GNU എന്ന് പറയുന്നത് GNU ഈസ് നോട്ട് യുണിക്സ് എന്നും കൂടി പറയും. അത് യുണിക്സ് അല്ല വേറൊരു പ്രോജക്റ്റാണ് GNU എന്ന് പറയുന്നത്. റിച്ചാർഡ് സ്റ്റാൾമന് തുടങ്ങിയ പ്രോജക്റ്റാണ് എന്ത് GNU. അതായത് യുണിക്സ് പോലുള്ള ഫ്രീ സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. യുണിക്സ് പോലുള്ള ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റിൻ്റെ പേരാണ് GNU എന്ന് പറയുന്നത്. അപ്പോൾ റിച്ചാർഡ് സ്റ്റാൾമന് GNU പ്രോജക്ട്സുകൾ കൊണ്ടുവന്നു. അതായത് വേറെയും കുറേ സോഫ്റ്റ്വെയർസ്. അപ്പം യുണിക്സ് പോലുള്ള വേറെ പ്രോജക്ട്സുകൾ കൊണ്ടുവരാം. അതായത് ഫ്രീ ആയിട്ട് യൂസേഴ്സിനെ ആക്സസ് ചെയ്യാം, അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻസ് ചെയ്യാം. അങ്ങനെയുള്ള പ്രോജക്റ്റിനാണ് നമ്മൾ GNU എന്ന് പറയുന്നത്. അങ്ങനെ ഒരു GNU പ്രോജക്റ്റ് കൊണ്ടുവന്നു 1980s. അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് വന്നു, കുറേ അങ്ങനെ വന്നു. അപ്പം ആ സമയത്ത് തന്നെ, അതായത് ഒരു 1980s ടൈമിൽ പിന്നെ ആൻഡ്രൂ എസ് ടാനൻബോം എന്ന് പറയും. കമ്പ്യൂട്ടർ സയൻസിൽ നമ്മുടെ അക്കാഡമിക്സിൽ, അതായത് നമ്മുടെ കോളേജസ് ലൈക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഒരുപാട് സംഭാവനകൾ ചെയ്ത, കമ്പ്യൂട്ടർ സയൻസിൽ സംഭാവന ചെയ്തൊരു സയൻറ്റിസ്റ്റാണ് ആൻഡ്രൂ എസ് ടാനൻബോം എന്ന് പറയുന്നത്. നമ്മൾ ഒരുപാട് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഇദ്ദേഹം എഴുതിയ ടെക്സ്റ്റ് ബുക്കുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അയാൾ അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തു. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് മിനിക്സ് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ്ലി ആ സോഴ്സ് കോഡ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ അക്കാഡമിക് പർപ്പസിന് വേണ്ടി. അപ്പോൾ മിനിക്സ് എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് നമുക്ക് ആ സോഴ്സ് കോഡ് കിട്ടും. അത് നമ്മൾ അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും. അപ്പം ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വരുന്നതിന് മുന്നേ ഫസ്റ്റ് ലിനക്സിൻ്റെ ആൻസിസ്റ്ററായിട്ട് യുണിക്സ് വന്നു. അത് യുണിക്സ് എന്ന് പറയുന്നത് 1969 സി ലാംഗ്വേജുമായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്ത് വന്നതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ് എന്ന് പറയുന്നത്. യുണിക്സ് 1969 വന്നത്. 1969 ആരാണ്? കെൻ തോംസൺ ആണ് കൊണ്ടുവന്നത്. സി ലാംഗ്വേജിൻ്റെ ആൾ ഡെന്നിസ് റിച്ച്. അപ്പം ഈ യുണിക്സിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അത് ഫ്രീ ആണ്, അതുപോലെ തന്നെ എന്താണ്, പോർട്ടബിളും കൂടിയാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി കുറേ അഡ്വാൻറ്റേജസ് ഒന്നുമില്ല, കുറച്ച് അഡ്വാൻറ്റേജസ് ലൈക്ക് പോർട്ടബിൾ ആണ്, ഫ്രീ ആണ്, അങ്ങനെ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നു. അപ്പോൾ അതിനുശേഷം GNU, അതായത് റിച്ചാർഡ് സ്റ്റാൾമൻ GNU പ്രോജക്ട്സുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അതായത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് കൊടുക്കുക എന്നുള്ള ഒരു പബ്ലിക് ലൈസൻസ് കൊടുക്കുക. അതായത് ഫ്രീ ആയിട്ട് യൂസേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറേ പ്രോജക്ട്സുകൾ കൊണ്ടുവന്നു. അതിനാണ് നമ്മൾ GNU എന്ന് പറയുന്നത്, ജനറൽ പബ്ലിക് ലൈസൻസിൻ്റെ GNU എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം മിനിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടാനൻബോം നമ്മുടെ അക്കാഡമിക്സ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് മിനിക്സ് എന്ന് പറയുന്നത്. അങ്ങനെ 1980 വരെ, അതായത് 1969 നമ്മുടെ ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ, അതായത് ഫ്രീ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള സ്റ്റാർട്ട് ചെയ്തത് യുണിക്സിലാണ്. യുണിക്സിൽ നിന്ന് മിനിക്സിലേക്ക് മാറി. അങ്ങനെ ഒരു 1980s വരെ എത്തി. അങ്ങനെ 1990s കടന്നപ്പോൾ നമ്മുടെ ലിനക്സ് വന്നത് 1990s. അപ്പോൾ 1990-91 ആ ഒരു കാലഘട്ടത്തിലാണ് ലിനക്സ് വന്നത്. അപ്പോൾ ലിനക്സ് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക, അതായത് വിൻഡോസ് പോലെ അല്ലാണ്ട് ഫ്രീ ആയിട്ട് നമുക്ക് കോഡ് കിട്ടുന്നതും ഓപ്പൺ സോഴ്സ് ആയിട്ട് നമുക്ക് കോഡിൽ ചേഞ്ചസ് വരുത്തുന്നതുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയ കൊണ്ടുവന്നത് 1969 സി ലാംഗ്വേജ് തുടങ്ങിയ ആ ഒരു ടൈം തൊട്ടെയാണ് ഈ ഒരു ഐഡിയ കൊണ്ടുവന്നത്. അപ്പോൾ ഈ സമയത്ത് ലിനസ് ടോർവാൾഡ് ലിനസ് ടോർവാൾഡ് എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക, നമ്മളെപ്പോലെ കോളേജിൽ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പുള്ളിക്കാരന് ഫിൻലാൻഡിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇങ്ങനെ ഡിഗ്രി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇയാൾ ഇങ്ങനെ ഓപ്പൺ സോഴ്സ് ഉണ്ട്, GNU ഉണ്ട്, ജനറൽ പബ്ലിക് ലൈസൻസ് ഉണ്ട്, കുറേ പ്രോജക്റ്റുകളുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇയാളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റായിട്ട്, അതായത് സ്റ്റുഡൻ്റായിട്ടുള്ള ലിനസ് ടോർവാൾഡ് ഇയാളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു, ഇയാൾ ഈ ഫ്രീ സോഫ്റ്റ്വെയർ ഉണ്ടാക്കേണ്ട ഒരു ഐഡിയ ഇയാളുടെ മനസ്സിൽ വന്നു. അങ്ങനെ അയാൾ എന്ത് ചെയ്തു, ലിനക്സ് കേർണൽ ഡെവലപ്പ് ചെയ്തു. ലിനക്സ് കേർണൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ കേർണൽ പഠിച്ചിട്ടുണ്ട്. കേർണൽ എന്ന് പറയുന്നത് എന്താ, സെൻട്രൽ പാർട്ട്. ഓക്കെ, ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് ഫംഗ്ഷൻ കൺട്രോൾ ചെയ്യുന്ന ആളെയാണ് നമ്മൾ കേർണൽ എന്ന് പറയുന്നത്. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കേർണൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് അതിൻ്റെ പാർട്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആളാണ് കേർണൽ. അങ്ങനെ ലിനസ് ടോർവാൾഡ് അയാളുടെ പ്രോജക്റ്റിൻ്റെ, അത് ഫൈനൽ ഇയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ലിനക്സ് കേർണൽ ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ലിനക്സ് കേർണൽ ഡെവലപ്പ് ചെയ്തു. ആ ലിനക്സ് കേർണലും ഈ ലിനക്സ് എന്നൊക്കെ പറയുന്നത് GNUവിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് GNU ഈസ് നോട്ട് യുണിക്സ് ആണ്. GNU മീൻസ് GNUവിൻ്റെ ഫുൾ ഫോം GNU ഈസ് നോട്ട് യുണിക്സ് ആണ്. അപ്പോൾ GNU എന്ന് പറയുന്നത് ഒരു യുണിക്സ് എന്നുള്ള മീനിങ് അല്ല പറയുന്നത്, എന്താണ്, ഒരു ജനറൽ പബ്ലിക് ലൈസൻസ് കൊടുക്കുക, അതായത് യൂസേഴ്സിന് ഫ്രീ ആയിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള
സോഫ്റ്റ്വെയർസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് കൊടുക്കുന്നതാണ് GNU എന്ന് പറയുന്നത്. അപ്പോൾ ലിനക്സ് ടോർവാൾഡ് അയാളുടെ പ്രോജക്റ്റ് ഫൈനൽ ഇയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് ലിനക്സ് കേർണൽ ഡെവലപ്പ് ചെയ്തപ്പോൾ 1991 ആ ലിനക്സ് കേർണലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലിനക്സ് ഈസ് ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ആണ്. ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താ, ഈ ഡെവലപ്പ് ചെയ്ത ആൾക്ക് പോയിന്റ് വായിച്ചു നോക്കി ലാസ്റ്റ്, ലിനക്സ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇൻ വിച്ച് ദ കോപ്പിറൈറ്റ് ഹോൾഡർ പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു സ്റ്റഡി, change and distribute the software to anyone and for any purpose. Open source software is often developed in a public collaborative manner. എന്ന് വെച്ചാൽ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ലിനക്സിൻ്റെ ഡെഫിനിഷനാണ് ആക്ച്വലി എന്ത്, ലിനക്സ് ഈസ് ആൻ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഇൻ വിച്ച് ദ കോപ്പിറൈറ്റ് ഹോൾഡർ പ്രൊവൈഡ്സ് ദ റൈറ്റ് ടു സ്റ്റഡി, ചേഞ്ച് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് the software to anyone and for any purpose. Open source software is often developed in a public collaborative manner. എന്ന് വെച്ചാൽ ലിനക്സ് ഒരു ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിൻ്റെ സോഴ്സ് കോഡ്, അതായത് ഈ വിൻഡോസ് പോലെയല്ല, വിൻഡോസിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് കിട്ടുന്നില്ല. എന്നാൽ ലിനക്സിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ സോഴ്സ് കോഡ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലി അവൈലബിൾ ആണ്. അതായത് ഈ ഡെവലപ്പ് ചെയ്ത ആൾക്കാർ ആരാണോ അയാൾ ബാക്കിയുള്ള യൂസേഴ്സിന് ഒരു റൈറ്റ് കൊടുക്കുകയാണ്. എന്തിൻ്റെ റൈറ്റ് കൊടുക്കുന്നത്, നമുക്ക് ആ സോഴ്സ് കോഡിനെ സ്റ്റഡി ചെയ്യാൻ പറ്റും, അതിലെന്തെങ്കിലും മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അതിനെ ചേഞ്ച് ചെയ്യാം, അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അതായത് നമ്മൾ ഓൺലൈനിൽ നോക്കിയാൽ GNU പ്രോജക്ട്സിന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ കാണും, അതിൽ ലിനക്സിൻ്റെ സോഴ്സ് കോഡ് നമുക്ക് അവൈലബിൾ ആണ്. ആ സോഴ്സ് കോഡ് എടുത്തിട്ട് നമുക്ക് അതിനെ സ്റ്റഡി ചെയ്യാം, അതിൽ ചേഞ്ചസ് വരുത്താം, പിന്നെ അതിനെ വേറെ ആൾക്കാർക്ക് പിന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വേറെ വേറെ വേർഷൻസിലേക്ക് നമുക്കതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അതിനാണ് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ലിനക്സിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് 1991 ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വന്നിട്ടുള്ളത്. ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ലിനസ് ടോർവാൾഡ് ആണ്. ലിനക്സ് ടോർവാൾഡ് എന്ന് പറയുന്നത് ഫിൻലാൻഡിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു, കമ്പ്യൂട്ടർ സയൻസിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പം അയാൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് അയാൾ ചെറിയ പ്രായത്തിൽ ആണ് എന്ത് വന്നത്, യൂണിക്സ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതായത് 1916, നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതായത് 1991 ഇയാൾ കോളേജിൽ പഠിക്കുകയാണെങ്കിൽ 1969 എന്തായിരിക്കും, ഇയാൾ ചെറിയ കുട്ടിയായിരിക്കും മേ ബി, അല്ലെങ്കിൽ ഇയാൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ആണ്, അത് ജനിച്ചിട്ട് പോലും ഇല്ല എന്ന് തന്നെ നമുക്കറിയാം. അപ്പോൾ ജനിച്ചിട്ട് പോലും ഇല്ലാത്ത സമയത്ത് യൂണിക്സ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു ഫ്രീ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ഒരു പോർട്ടബിൾ ആയിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം കെൻ തോംസൺ കൊണ്ടുവന്നു, C ലാംഗ്വേജ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട്. അങ്ങനെ കുറച്ച് ഫീച്ചേഴ്സൊക്കെ അതിലുണ്ടായിരുന്നു. അതായത് കുറച്ച് പോർട്ടബിളാണ്, ഫ്രീ ആണ്, നമുക്ക് കൂടുതലും എല്ലാ പർപ്പസിനും, ജനറൽ പർപ്പസ് അല്ല, എല്ലാ യൂസിനും വേണ്ടി നമുക്ക് യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ യൂണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അങ്ങനെ ഡെവലപ്പായി 1969. അപ്പോൾ അതിനുശേഷം എന്ത് വന്നു, ഒരു ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ്റെ ഭാഗമായിട്ട് ഒരു GNU വന്നു. GNU എന്ന് പറയുന്നത് 1980s വന്നു. അത് 1980 നമുക്ക് ജനറൽ പബ്ലിക് ലൈസൻസ് കൊടുക്കുക, അതായത് ഫ്രീ ആയിട്ട് എല്ലാ യൂസേഴ്സിനും പ്രോഗ്രാംസിൽ ചേഞ്ച് വരുത്തുന്ന രീതിയിൽ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനുള്ള ഒരു പുതിയ പ്രോജക്റ്റ് വന്നതാണ് നമ്മൾ GNU എന്ന് പറയുന്നത്. GNU ഈസ് നോട്ട് യുണിക്സ്. GNU എന്ന് പറയുന്നത് യുണിക്സ് അല്ല, പക്ഷേ ഒരു ലൈസൻസ് ആണ്. ഓക്കെ, അതിനുശേഷം മിനിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. ആര്, അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് സോഴ്സ് കോഡ് ഫ്രീ ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആരും കൊണ്ടുവന്നു, ടാനൻബോം കൊണ്ടുവന്നു. അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കേട്ടിട്ടും അറിഞ്ഞിട്ടൊക്കെ ഉള്ള ആളാണ് ആര്, ലിനക്സ് ടോർവാൾഡ്. അങ്ങനെ ലിനക്സ് ടോർവാൾഡ് 1991 എന്ത്, ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വേണമെന്നുള്ള ഒരു ഐഡിയ അയാളുടെ മനസ്സിൽ വന്നു. അങ്ങനെ അയാളുടെ ഫൈനൽ ഇയർ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ലിനക്സിൻ്റെ കേർണൽ ക്രിയേറ്റ് ചെയ്തു. ലിനക്സിൻ്റെ കേർണൽ എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ സെൻട്രൽ പർപ്പസാണ്. അങ്ങനെ ഒരു ലിനക്സ് കേർണൽ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ലിനക്സ് എന്ന് പറയുന്നത് ഒരു ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് ആണെന്ന് പറയാൻ കാരണം ഇതിൻ്റെ ഡെവലപ്പർ, അതായത് കോപ്പിറൈറ്റഡ് ഡെവലപ്പറിന് ബാക്കിയുള്ള യൂസേഴ്സിന് കൊടുക്കുന്ന എഗ്രിമെൻറ്റ്, അതായത് ഒരു ലൈസൻസ് കൊടുക്കുന്നതിന് എന്തിന്, അതിനെ സ്റ്റഡി ചെയ്യാം, ചേഞ്ച് ചെയ്യാം, റീഡിസ്ട്രിബ്യൂട്ട്, അതായത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇത്രയും ആണ് ഒരു ലിനക്സിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചോദിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലേക്ക് പോവാം. ഇനി എന്താണ് ഒരു ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ അബ്രിവേറ്റഡ് ആണ് ഡിസ്ട്രോ എന്ന് പറയുന്നത്. ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ഓർ ലിനക്സ് ഡിസ്ട്രോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത്
ലിനക്സിന് ഒരുപാട് പാക്കേജസ് ഉണ്ട്. എന്ത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ജസ്റ്റ് ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വേർഷൻ. ഇപ്പം നമ്മളിപ്പോൾ ആൻഡ്രോയിഡ് എന്ന് പറയുന്നുണ്ട്. ആൻഡ്രോയിഡിൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് ഏതൊക്കെയാണ്? മാഷ്മെലോ ഉണ്ട്, വേറെ എന്തുണ്ട്, ഓറിയോ ഉണ്ട്, നോഗട്ട് ഉണ്ട്, അങ്ങനെ കുറേ വേർഷൻസ് ഇല്ലേ. അതുപോലെ തന്നെ നമ്മൾ വിൻഡോസ് എടുക്കാം, വിൻഡോസ് 7, വിൻഡോസ് 8, വിൻഡോസ് 10, അങ്ങനെ കുറേ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. അതുപോലെ ലിനക്സിൻ്റെ കുറേ പാക്കേജസ് ആണ് ഈ പറയുന്ന നിങ്ങൾ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ. അതായത് ഉബുണ്ടു, സ്ലാക്സ്, എക്സ് ഉബുണ്ടു, കെ ഉബുണ്ടു, ലിനക്സ് മിൻറ്റ് എക്സെട്ര. അപ്പം നമ്മുടെ പ്രോഗ്രാം, അതായത് ലിനക്സ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കും ലാബ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ 2 അവർ ലാബ് ഉണ്ട് നിങ്ങൾക്ക് ലിനക്സിൽ. എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. ലിനക്സ് നമ്മൾ ലാബ് ചെയ്യുന്നത് ഇതിൽ ഏത് പ്ലാറ്റ്ഫോമാണെന്നറിയോ? നിങ്ങൾ പലപ്പോഴും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ചെയ്യുമ്പം അറിയാണ്ട് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓൺ ചെയ്തിട്ടൊക്കെ പോയിട്ടുണ്ടാവും. ഉബുണ്ടു ആണ് ഈ കാണുന്ന താഴെ സെക്കൻഡ് ലാസ്റ്റിലുള്ള ഉബുണ്ടുവിലാണ് നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ. ഈ ഉബുണ്ടു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ്, ഈ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രോജക്റ്റ് നമ്മുടെ ഈ സെമസ്റ്ററിലെ പ്രോഗ്രാംസൊക്കെ നമ്മൾ റൺ ചെയ്യുന്നത് ഈ ഉബുണ്ടുവിലാണ്. ഓക്കെ. ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ലിനക്സിൻ്റെ കുറേ പാക്കേജ് മാനേജ്മെൻ്റ് ഉണ്ട്. അത് ലിനക്സ് കേർണൽസ്, അതാണ് DBN, ഫെഡോറ, ഇത് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ഫെഡോറ, കെ ഉബുണ്ടു, എക്സ് ഉബുണ്ടു, ഉബുണ്ടു എക്സെട്ര. നെക്സ്റ്റ് നമ്മുടെ ലിനക്സിൻ്റെ ഫീച്ചേഴ്സാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ലിനക്സ്? നമ്മൾ C ലാംഗ്വേജ് പഠിക്കുകയാണ്, അല്ലെങ്കിൽ CPP ലാംഗ്വേജ് പഠിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബേസിക്കായിട്ട് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് C, വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് C++, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് DBMS. ഇപ്പോൾ ഏത് കോഴ്സ് നമ്മൾ പഠിക്കുകയാണെങ്കിലും അത് നമ്മൾ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ വിട്ടു പോകാറില്ല. അതുപോലെ തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ ഫീച്ചേഴ്സാണെന്ന് നോക്കാം. ഓക്കെ, ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ലിനക്സ് operating system are: it is portable, it is open source, it is multi-user, it have multi-programming capacity, it have hierarchical file system, shell and security. അപ്പം ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതിൽ നമുക്ക് ഒരു 7ഓളം ഫീച്ചേഴ്സ് നമ്മൾ പഠിച്ചാൽ മതി. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് പോർട്ടബിൾ എന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. യുണിക്സ് എന്ന് പറയുന്നത് യുണിക്സ് ആണ് ലിനക്സിൻ്റെ ആൻസിസ്റ്റർ അല്ലേ. അപ്പോൾ യുണിക്സിൻ്റെ കുട്ടിയാണ് ലിനക്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ യുണിക്സ് പോർട്ടബിൾ ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പം ലിനക്സും പോർട്ടബിളാണ്. പോർട്ടബിലിറ്റീൻ്റെ മീനിങ് എന്താ? അതായത് നമ്മൾ ഏത് പ്ലാറ്റ്ഫോമിലും, അതായത് ഏത് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിലും ഈസി ആയിട്ട് നമുക്ക് പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് നമ്മളെ വീട്ടിലുള്ള സിസ്റ്റത്തിൽ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒരു ഉബുണ്ടുവിലാണ് നമ്മൾ കോഡ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഇതേ ഫോർമാറ്റിൽ തന്നെ നമുക്ക് വേറൊരു പ്ലാറ്റ്ഫോമിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം പോർട്ടബിലിറ്റി മീൻസ് സോഫ്റ്റ്വെയർ ക്യാൻ വർക്ക് ഓൺ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാർഡ്വെയർ ഇൻ സെയിം വേ. ഒരേ സെയിം വേയിൽ തന്നെ നമുക്ക് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ പ്രോഗ്രാംസിന് റൺ ചെയ്യാൻ കഴിയുന്നതിനാണ് നമ്മൾ പോർട്ടബിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ഓപ്പൺ സോഴ്സ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കംപ്ലീറ്റ് ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് എന്ന് വെച്ചാൽ ഫ്രീലി നമുക്ക് സോഴ്സ് കോഡ് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം. അതിനുള്ള കാപ്പബിലിറ്റി ആര് തരുന്നുണ്ട്? ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തരുന്നുണ്ട്. കൂടുതലൊന്നും പറയണ്ടല്ലോ. ഇനി അടുത്തത് മൾട്ടി യൂസറാണ്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിങ്ങൾ 4th സെമ്മിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന പേപ്പർ പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾ ഈ ടേമൊക്കെ കേട്ടിട്ടുണ്ടാവും. മൾട്ടി യൂസർ, മൾട്ടി പ്രോഗ്രാമിംഗ്, ഹയറാർക്കിക്കൽ, സെക്യൂരിറ്റി എന്നൊക്കെയുള്ള വേർഡൊക്കെ കേട്ടിട്ടുണ്ടാവും. അത് തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും മൾട്ടി യൂസർ കാപ്പബിലിറ്റി ഉണ്ട്. മൾട്ടി യൂസർ എന്ന് പറയുന്നത് എന്താ? സെയിം ടൈമിൽ ഒന്നിൽ കൂടുതൽ യൂസേഴ്സിന് പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും അല്ലേ. അതായത് സെയിം ടൈമിൽ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് റാം ഉണ്ട് ഇല്ലേ, മെമ്മറി ഉണ്ട്, റാം ഉണ്ട്, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഒക്കെ ഇല്ലേ. അപ്പോൾ ഡിഫറെൻറ്റ് യൂസേഴ്സിന് അതായത് സെയിം ടൈമിൽ തന്നെ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഈ കമ്പ്യൂട്ടറിൻ്റെ, അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ റാമും ആപ്ലിക്കേഷൻസൊക്കെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ആക്സസ് ചെയ്യാൻ പറ്റുക. സെയിം ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ യൂസ് ചെയ്യാനുള്ള കപ്പബിലിറ്റിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടി യൂസർ. ഇനി മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതോ? മൾട്ടി യൂസർ എന്ന് പറയുമ്പോൾ അവിടെ യൂസറിനാണ് ഇമ്പോർട്ടൻസ്. ഒന്നിൽ കൂടുതൽ നമ്മളൊക്കെ യൂസേഴ്സാണ് അല്ലേ. സെയിം ടൈമിൽ ഒരു കമ്പ്യൂട്ടറിൽ നമ്മൾ ഡിഫറെൻറ്റ് ആൾക്കാർ ഉപയോഗിക്കുക. മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നതോ? സെയിം ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം റൺ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? മൾട്ടി പ്രോഗ്രാമിംഗ് മീൻസ് റണ്ണിങ് മോർ ദാൻ വൺ പ്രോഗ്രാം അറ്റ് സെയിം ടൈം. ഫോർ എക്സാമ്പിൾ നമ്മൾ വിൻഡോസിലൊക്കെ ഗെയിം കളിച്ചുകൊണ്ട് നമ്മൾ പാട്ട് കേട്ടില്ലേ,
ഉണ്ട്. അതുപോലെ ഗെയിം കളിച്ചുകൊണ്ട് നമ്മൾ മീൻസ് പാട്ട് കേട്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്തിട്ടുണ്ടാവും ഡോക്യുമെൻ്റൊക്കെ അല്ലേ. അതിനാണ് നമ്മൾ മൾട്ടി പ്രോഗ്രാമിംഗ്. സെയിം ടൈമിൽ ഒന്നിൽ കൂടുതൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് ഉണ്ടാവാം. അതിനാണ് മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഹയറാർക്കിക്കൽ ഫയൽ സിസ്റ്റം. ഹയറാർക്കിക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ലിനക്സിൽ നമ്മൾ എല്ലാ പ്രോഗ്രാംസും റൈറ്റ് ചെയ്യുന്നത് ഒരു ഫയലിൻ്റെ ഫോർമാറ്റിലാണ്. സേവ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും ഒക്കെ ഫയലിൻ്റെ ഫോർമാറ്റിലാണ്. അതായത് നമ്മളിനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ലൈക്ക് നമ്മൾ പ്രോഗ്രാമിലേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാം ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അതായത് നമ്മുടെ ലിനക്സിലുള്ള ഓരോ പ്രോഗ്രാംസിനും നമ്മൾ ഫയൽസ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫയൽസിനെ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഹയറാർക്കിക്കൽ ഫയൽ സ്ട്രക്ചർ ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ലിനക്സ്. അപ്പോൾ ഇത്രമാത്രം നോക്കുക. ഹയറാർക്കിക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞത് ലിനക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫയൽ ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. ഡിഫറെൻറ്റ് ഫയൽസിന് നമുക്ക് ഈ ഫയൽ ലൈക്ക് സ്ട്രക്ചറിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഷെൽ. ഷെൽ മീൻസ് Linux provides a special interpreter program which can be used to execute commands of the operating system. ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ റൺ ചെയ്യുന്നത് ഷെൽ എന്ന് പറയുന്ന ഒരു ഇൻ്റർപ്രറ്റർ പ്രോഗ്രാമിലാണ്. മനസ്സിലായോ? അതായത് ഞാൻ പറഞ്ഞു നമുക്ക് പ്രോഗ്രാംസ് ചെയ്യാനുണ്ടെന്ന്. അപ്പോൾ നമ്മൾ SQLനെ പ്രോഗ്രാം ഏതിലാണ് ചെയ്തത്? PLSQL ആയിരിക്കും അല്ലേ. PLSQL ആണ് നിങ്ങൾ SQLനെ പ്രോഗ്രാമൊക്കെ ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾ C ഏതിലാണ്? ടർബോ സിയിലായിരിക്കും അല്ല, ടർബോ C ഓർ C++ലായിരിക്കും നിങ്ങൾ ഓക്കെ. C എന്ന് പറയുന്നത് നമ്മൾ ടർബോ സിയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ ഏതാ നിങ്ങളുടെ വിഷ്വൽ സ്റ്റുഡിയോയിലായിരിക്കും നിങ്ങളുടെ ഡോട്ട്നെറ്റ് പ്രോഗ്രാമൊക്കെ റൺ ചെയ്ത്. അതുപോലെ അവിടെയൊക്കെ എന്താ പറയുക, ടർബോ സി എന്നൊക്കെ പറയുന്നത് ആക്ച്വലി എന്താ, അതൊരു കമ്പൈൽ ചെയ്യുന്നില്ലേ, കമ്പൈലർ ഉണ്ട് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള. അങ്ങനെ പ്രോഗ്രാമൊക്കെ റൺ ചെയ്യാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് ആക്ച്വലി ഈ ടർബോ സി എന്നൊക്കെ പറയുന്നത്. അതുപോലെ ലിനക്സിലെ പ്രോഗ്രാംസൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത് നമ്മൾ ഷെല്ലിലാണ്. ഷെൽ. അപ്പോൾ ലിനക്സിൽ നമ്മൾ ഷെൽ പ്രോഗ്രാമിംഗ് എന്നും കൂടി പറയും. ഷെൽ പ്രോഗ്രാമിംഗ്. ഷെൽ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് സ്പെഷ്യൽ ഇൻ്റർപ്രിറ്ററാണ്. ഇനി നിങ്ങൾ ഇൻ്റർപ്രിറ്റർ എന്ന വേർഡ് കേട്ടിട്ടുണ്ടാവും. എന്താ ഇൻ്റർപ്രിറ്റർ, എന്താ കമ്പൈലർ? കമ്പൈലർ എന്ന് പറയുന്നതും ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നതും കുറേ സിമിലാരിറ്റി ഉണ്ട്, എന്നാൽ കുറേ ഡിഫറൻസും ഉണ്ട്. എന്താ ഒരു ഇൻ്റർപ്രിറ്റർ? ഓക്കെ, അതിന് മുന്നേ ഞാൻ കമ്പൈലർ എന്താണെന്ന് പറഞ്ഞുതരാം. പഠിച്ച കാര്യങ്ങൾ തന്നെ. കമ്പൈലർ എന്ന് വെച്ചാൽ നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ ലോ ലെവൽ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യാം. അതായത് നമ്മൾ എഴുതുന്ന C കോഡിനെ കമ്പ്യൂട്ടറിന് അറിയുന്ന മീൻസ് അണ്ടർസ്റ്റാൻഡ് ആയിട്ടുള്ള ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് കമ്പൈലർ എന്ന് പറയുന്നത്. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ആരും ചെയ്യുന്നത്, ഇൻ്റർപ്രിറ്ററും ചെയ്യുന്നത്. അപ്പോൾ ഷെൽ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത്, അതായത് നമ്മുടെ യൂസേഴ്സാണ്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ് ലെവൽ ലാംഗ്വേജ് അറിയുന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജിൽ നമ്മൾ എഴുതുന്ന കോഡ്സിനെ മെഷീനെ മനസ്സിലാകുന്ന ലോ ലെവൽ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യുന്ന ആളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർപ്രിറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഷെൽ എന്ന് പറയുന്നത് ഒരു ഇൻ്റർപ്രിറ്റർ പ്രോഗ്രാമാണ്. യൂസേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിന് അറിയുന്ന മനസ്സിലാക്കുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഷെൽ. മനസ്സിലായോ? ഓക്കെ. ഇനി സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മളൊരു വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് നമ്മുടെ ഒരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ലെസ് സെക്യൂർ ആണ്. അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പെട്ടെന്ന് ഹാക്ക് ചെയ്യാനൊക്കെ എളുപ്പമാണ്. അവിടെ നമുക്ക് പാസ്വേഡും പാസ്വേഡൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്താലും ലിനക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം വിൻഡോസ് എന്ന് പറയുന്നത് ലെസ് സെക്യൂർ ആണ്. അപ്പം സെക്യൂരിറ്റി ബേസിൽ ലിനക്സ് എന്ന് പറയുന്നത് ഹൈലി സെക്യൂർഡ് ആണ്. എൻക്രിപ്ഷൻ ഓപ്ഷനുണ്ട്. ഓതൻറ്റിക്കേഷനിൽ എൻക്രിപ്ഷനും പാസ്വേഡ് പ്രൊട്ടക്ഷനൊക്കെ വെച്ചിട്ട് നമുക്ക് കുറേ ടൈം മീൻസ് കുറേ ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹൈലി സെക്യൂർ ആക്കാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ലിനക്സിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് ലിനക്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആർ പോർട്ടബിൾ മീൻസ് ഡിഫറെൻറ്റ് ഹാർഡ്വെയർ പ്ലാറ്റ്ഫോമിൽ നമുക്ക് സെയിം വേയിൽ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവിനാണ് എന്ത് പറയുന്നത്, പോർട്ടബിൾ. രണ്ടാമത്തെ ഓപ്പൺ സോഴ്സ് മീൻസ് യൂസേഴ്സിന് സോഴ്സ് കോഡ് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാം, മോഡിഫൈ ചെയ്യാനൊക്കെ പറ്റും. മൂന്നാമത്തെ മൾട്ടി യൂസറാണ്. സെയിം ടൈമിൽ മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യാൻ പറ്റുന്നു. മൾട്ടി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് സെയിം ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്. ഹയറാർക്കിക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫയൽസ് ആയിട്ടാണ് നമ്മൾ ലിനക്സിൽ പ്രോഗ്രാംസിനെ സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസ് ആണ് ഹയറാർക്കിക്കൽ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഷെൽ എന്ന് പറയുന്നത് പ്രോഗ്രാംസൊക്കെ റൺ ചെയ്യുന്നത് ലിനക്സിൽ ഷെൽ
ഇൻ്റർപ്രറ്റർ വെച്ചിട്ടാണ്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് പാസ്വേഡ് അല്ലെങ്കിൽ വേറെ ഇൻക്രിപ്ഷൻ മെത്തേഡൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാംസിനെ അറ്റ് എ ലെവൽ വരെ നമുക്ക് സെക്യൂർ ആക്കാൻ പറ്റുന്ന കപ്പാസിറ്റി ആർക്കുണ്ട്? ലിനക്സിലുണ്ട്. ഓക്കെ, ഇനി നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് ടോപ്പിക്കാണ് ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ്, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമ്മളൊരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് വേറൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലൈക്ക് ആൻഡ്രോയിഡോ അല്ലെങ്കിൽ മൊബൈൽ OSO അല്ലെങ്കിൽ ഒരു വേറെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉള്ളത്? ഒന്നാമത്തെ നമ്മൾ ആദ്യം പറഞ്ഞു GNU എന്ന് പറയുന്ന ഒരു പബ്ലിക് ലൈസൻസ് ഉണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ലോ കോസ്റ്റിൽ സാധനം കിട്ടുന്നു. ഒന്നാമത്തെ ലോ കോസ്റ്റ് ഈസ് വൺ ഓഫ് ദ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ സ്റ്റെബിലിറ്റി, 3 പെർഫോമൻസ്, 4 ഫ്ലെക്സിബിലിറ്റി, 5 കോമ്പാറ്റിബിലിറ്റി, 6 നെറ്റ്വർക്കിംഗ്, 7 ഫാസ്റ്റ് ആൻഡ് ഈസി ഇൻസ്റ്റലേഷൻ, നെക്സ്റ്റ് ബെറ്റർ യൂസ് ഓഫ് ഹാർഡ് ഡിസ്ക്, ലാസ്റ്റ് വൈഡർ ചോയ്സസ്. ഓക്കെ, ഇനി നമുക്ക് പറയാം എന്താ ലോ കോസ്റ്റ് എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ഫ്രീലി അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ഒറിജിനൽ വേർഷനും അല്ല, നമ്മൾ ആരുടെ ഒരു കോപ്പിറൈറ്റഡ് വേർഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ് അല്ല, ഹൈ കോസ്റ്റ് ആണ് ആര്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്നാൽ GNU ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ, GNU മീൻസ് നമുക്ക് ജനറൽ പബ്ലിക് ലൈസൻസ് ഉണ്ട്, ഈ യൂസേഴ്സിന് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ് മതി, അത് കുറച്ച് പൈസ മതി ശരിക്കും നമുക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വാങ്ങാൻ. ഇനി അടുത്ത സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ട് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ സിസ്റ്റം സ്റ്റക്കാവും, എന്നിട്ട് അത് റീബൂട്ട് ചെയ്യാനൊക്കെ പോകും. അത് എന്തെങ്കിലും ഒരു ക്രാഷ് ഒക്കെ വരുമ്പോൾ വിൻഡോസ് പെട്ടെന്ന് സ്റ്റക്കായി റീബൂട്ടിങ് പ്രോസസ്സിലൊക്കെ പോകും. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട് എന്തിന്? വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. എന്നാൽ നമ്മുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും സിസ്റ്റം ക്രാഷ് വന്നാലും സ്റ്റേബിളായിട്ട് തന്നെ നമ്മൾ പ്രോഗ്രാം സ്മൂത്തായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുക. അതിനാണ് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മൂന്നാമത്തെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ്, അത് ഒരുപാട് യൂസേഴ്സിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സൈമൾട്ടേനിയസ്ലി ഡിഫറെൻറ്റ് യൂസേഴ്സിന് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസിന് ഒരു ഡിഗ്രഡേഷനും വരാണ്ട് തന്നെ ഡിഫറെൻറ്റ് ലാർജ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിന് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതിനാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ഈസ് ദ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ട, അതായത് നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസിനൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ ഫ്ലെക്സിബിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് വേറെ എന്തെങ്കിലും ഗെയിംസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആപ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ആണ് കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു യുണിക്സ് ആണ് നമ്മുടെ ലിനക്സിൻ്റെ ആൻസിസ്റ്റർ. സോ നമ്മുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലുള്ള കുറേ പാക്കേജസ് ആർക്ക് ലൈക്ക് ആൻസിസ്റ്റർ ആയിട്ടുള്ള യുണിക്സിൻ്റെ മെഷീനിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. It runs all common Unix software packages and can process all common file format എന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്തിട്ടുള്ള ഈ യുണിക്സിൻ്റെ കമാൻഡ്സും ഏതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്? കോമ്പാറ്റിബിൾ ആണെന്ന് വെച്ചാൽ നമ്മൾ കോമ്പാറ്റിബിലിറ്റി മീൻസ് നമ്മളെ ഇപ്പോൾ യുണിക്സിൽ നമ്മൾ കുറേ കമാൻഡ് ഉപയോഗിച്ചിട്ടുണ്ട്, അത് നമ്മൾ കളയുന്നില്ല, അത് നമുക്ക് വേണമെങ്കിൽ ലിനക്സിലും യൂസ് ചെയ്യാം. അത് അത്രയും കോമ്പാറ്റിബിൾ ആണെന്ന് പറയുന്നത്. ഈസിയാണ് മീൻസ് നമുക്ക് വേറൊരു എന്താ പറയുക ഈ യുണിക്സിലുള്ള കമാൻഡ്സുകൾ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഏതിൽ? ലിനക്സിൽ. ഓക്കെ, ദറ്റ് ഈസ് കോമ്പാറ്റിബിലിറ്റി. അടുത്തതാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. നെറ്റ്വർക്കിംഗ് മീൻസ് നമ്മുടെ നെറ്റ്വർക്സിലുള്ള, അതായത് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമുക്ക് നെറ്റ്വർക്സിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസും അതുപോലെ തന്നെ ക്ലയൻറ്റ് സെർവർ ഈ സെറ്റപ്പും ഒക്കെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പറയുന്നത്. നെറ്റ്വർക്കിൽ നമുക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് കണക്ഷൻ കൊടുത്തിട്ട് നമ്മൾ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഐറ്റംസൊക്കെ ഈസിലി ബാക്കപ്പ് ചെയ്യാം. ക്ലയൻറ്റ് സെർവർ സെറ്റപ്പ് ഒക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനൊക്കെ പറ്റും. അടുത്തതാണ് ഫാസ്റ്റ് ആൻഡ് ഈസി ഇൻസ്റ്റലേഷൻ. അത് നമുക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ നെക്സ്റ്റ് ബെറ്റർ യൂസ് ഓഫ് ഹാർഡ് ഡിസ്ക് ആണ്. ഹാർഡ് ഡിസ്കിനെ നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വൈഡർ ചോയ്സ്, ഞാൻ നേരത്തെ ഒരു ലിനക്സ് ഡിസ്ട്രോസ് അല്ലെങ്കിൽ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻസിൽ കാണിച്ചു, ഉബുണ്ടു, എക്സുബുണ്ടു, കെബുണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഫെഡോറ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വേർഷൻസ് ഓഫ് ഒരുപാട് പാക്കേജസ് ഉണ്ട് ലിനക്സിൻ്റെ. അപ്പോൾ നമുക്ക് ഏതും യൂസ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് അഡ്വാൻറ്റേജസ്. അപ്പം
ദ ബെനിഫിറ്റ്സ് ഓഫ് ഓർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ലിനക്സ് എന്ന് പറയുന്നത് ലോ കോസ്റ്റ് ആണ്, സ്റ്റേബിൾ ആണ്, ഹൈ പെർഫോമൻസ് ഉണ്ട്, ഫ്ലെക്സിബിൾ ആണ്, കോമ്പാറ്റബിൾ ആണ്, നെറ്റ്വർക്കിംഗ് ഉണ്ട്, ഫാസ്റ്റ് ആൻഡ് ഈസി ഇൻസ്റ്റലേഷൻ ഉണ്ട്, ബെറ്റർ യൂസ് ഓഫ് ഹാർഡ് ഡിസ്ക് ഉണ്ട്, വൈഡർ ചോയ്സസ്. ഇത്രയാണ് ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് ഓർ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഒരു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, അതായത് വിൻഡോസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ലിനക്സിൻ്റെ പ്രത്യേകതകൾ, അതിൻ്റെ ഹിസ്റ്ററി പഠിച്ചു. ഹിസ്റ്ററിയിൽ ഫസ്റ്റ് വന്നത് യൂണിക്സ് ആണ്, പിന്നെ മിനിക്സ് വന്നു, പിന്നെയാണ് ലിനക്സ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ ലിനക്സിൻ്റെ കുറേ ഫീച്ചേഴ്സ് പഠിച്ചു, ലൈക്ക് പോർട്ടബിളാണ്, മൾട്ടി യൂസറാണ്, മൾട്ടി പ്രോഗ്രാമിംഗ് ഉണ്ട്, ഓപ്പൺ സോഴ്സ് ആണ്, അങ്ങനെ സം വെറൈറ്റീസ് ഓഫ് ഫീച്ചേഴ്സ് പഠിച്ചു. പിന്നെ ലാസ്റ്റ് ബെനിഫിറ്റ്സ് ഓർ അഡ്വാൻറ്റേജസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പഠിച്ചു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിലിടാം, അല്ലെങ്കിൽ എന്നോട് പേഴ്സണലായിട്ടോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഗ്രൂപ്പിൽ ചോദിക്കാം. പിന്നെ മറക്കണ്ട, നിങ്ങൾ അറ്റൻഡൻസ് എന്തായാലും മാർക്ക് ചെയ്യുക. അറ്റൻഡൻസ് മാർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് കിട്ടില്ല? അറ്റൻഡൻസ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.